ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സി രഘുനാഥ് ബി.ജെ.പിയിൽ ചേരും. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് നേരത്തെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരുന്നു. ഡൽഹി ബി.ജെ.പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കും. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ. റീജിത്ത്, രണ്ടാഴ്ച മുമ്പാണ് അഞ്ച് പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് ബന്ധം സി രഘുനാഥ് ഉപേക്ഷിച്ചത്. ആ ഘട്ടത്തിൽ KPCC അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ തന്നെ നിരന്തരമായി അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് വിട്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ചതായിരുന്നു. ആ ഘട്ടം മുതൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അവഗണന ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ KPCC നേതൃത്വം വേണ്ട സഹായങ്ങൾ ചെയ്തില്ല. പിന്നീട് തുടർച്ചയായി തന്നെ കോൺഗ്രസ് പരിപാടികളിൽ നിന്നുൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചിരുന്നത്. അന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, രാഷ്ട്രീയ പ്രവേശനം ഇത് ഏത് പാർട്ടിയിലേക്കായിരിക്കും ഇനി പ്രവേശനം ഉണ്ടാവുക എന്ന കാര്യം ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അത് വെളിപ്പെടുത്താൻ സി രഘുനാഥ് തയ്യാറായിരുന്നില്ല. അപ്പോഴും BJPയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. അതിപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. സി രഘുനാഥ് തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. BJPയിൽ ചേരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ സി രഘുനാഥ് ഡൽഹിയിലാണുള്ളത്. ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തി പ്രധാനപ്പെട്ട BJP നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ന് 7 മണിക്ക് തന്നെ BJP ആസ്ഥാനത്ത് വെച്ച് അംഗത്വം സ്വീകരിക്കുമെന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ രാഷ്ട്രീയമായി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് സി രഘുനാഥ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പാർട്ടി വിട്ടതിനപ്പുറത്തേക്ക് BJPയിൽ പ്രവേശനം നടത്തുമ്പോൾ രാഷ്ട്രീയമായി കൂടി കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയാവുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു.